തിരുമന്ത്രം എട്ടാം തന്ത്രത്തിലെ അവസ്ഥാഭേദത്തിലെ മറ്റൊരു പാഠലിലേക്ക് നമുക്ക് പ്രവേശിക്കാം. എഴുന്നേറ്റിരുന്നുറങ്ങും തുര്യകാലത്ത് പ്രാണൻ മാനസം മാഞ്ഞ് ലോകക്കാഴ്ചകൾ തണുത്തിയിടും. പിന്നതു ചെന്നൊടുങ്ങും വൃത്തിവിട്ടുള്ള മൂലാധാരത്തെ മാത്രം ചേർന്ന് നിശ്ചലമാകും വണ്ണം. അപ്പോൾ തുര്യകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? മാനസം മാഞ്ഞു പോകും, ലോക കാഴ്ചകൾ മങ്ങും, പിന്നത് ചെന്നൊടുങ്ങും വൃത്തി വിട്ടുള്ള മൂലാധാരത്തിൽ. അങ്ങനെ മൂലാധാരത്തിൽ എല്ലാ വൃത്തികളെയും ഉപേക്ഷിച്ചുകൊണ്ട് ശിവശക്തികൾ ഒന്നിച്ച് വിശ്രമിക്കുന്നു. ഇതാണ് തുര്യകാലത്ത് സംഭവിക്കുന്നത്. അപ്പോൾ മൂലാധാരത്തിൽ ശിവശക്തികൾ ഒന്നിച്ച് വിശ്രമിക്കുന്നു. ആ വിശ്രാന്തി എന്ന അവസ്ഥയിൽ തുര്യകാലത്ത് എന്താണ് സംഭവിക്കുന്നത്? മാനസം മാഞ്ഞു പോകും, മാനസം തീരെ ഉണ്ടാകില്ല. ആത്മാവ്, ഞാനെന്ന ആത്മാവ് മാത്രം എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കും. ആദിമധ്യാന്തവിഹീനമായ ആത്മാവ് എപ്പോഴും പ്രകാശിച്ചു കൊണ്ടേയിരിക്കുന്നു. ഞാനെന്ന ആത്മബോധത്തിൽ, ആ അവബോധത്തിൽ പൂർണ്ണമായും ലയിച്ചിരിക്കുന്ന ഒരവസ്ഥയാണ് തുരീയ അവസ്ഥ. ഇവിടെ മനസ്സ് ഒടുങ്ങുന്നു, മനസ്സില്ല. ലോക കാഴ്ചകളെല്ലാം തണുത്തുറഞ്ഞ് ഇല്ലാതായി തീർന്നിരിക്കുന്നു. പിന്നെ എല്ലാം ചെന്ന് മൂലാധാരത്തിൽ ഒടുങ്ങുന്നു. അവിടെ ശിവശക്തികൾ ഒന്നിച്ചിരിക്കുന്നു. ഇതാണ് ഇവിടെ തിരുമൂലദേവൻ ഈ മന്ത്രത്തിൽ പറയുന്നത്. അപ്പോൾ തുരീയ കാലത്തെക്കുറിച്ച്, തുരീയ അവസ്ഥയിൽ എത്തിച്ചേർന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിവരിക്കാൻ വാക്കുകളില്ല. എങ്കിലും ചില യോഗിവര്യന്മാർ ഈ തുര്യാവസ്ഥയെ വർണ്ണിക്കുന്നുണ്ട്. നമുക്ക് അതിൽ ഒരു മഹായോഗിയുടെ തുര്യാവസ്ഥയെക്കുറിച്ച് വർണ്ണിക്കുന്ന ആ വാക്കുകളിലേക്ക് കിടക്കാം. ശ്രീ വിദ്യാരണ്യ തീർത്ഥപാദസ്വാമികൾ ആ അവസ്ഥയെ ഇങ്ങനെ ചിത്രീകരിക്കുന്നു. യമനിയമാദി സാധനകൾ കൊണ്ട് ദുർവാസനകളെ നീക്കി സദ്വാസനകളെ വർദ്ധിപ്പിച്ച് ആസനാബന്ധനം കൊണ്ട് ശരീരത്തെ നിയന്ത്രിച്ച് പ്രാണായാമം കൊണ്ട് പ്രാണകലങ്ങളെ ഒതുക്കുകയും മനോവൃത്തികളെ സംസ്കരിക്കുകയും ചെയ്ത് പ്രതിബന്ധങ്ങൾ നീക്കുമ്പോൾ സാധകന് പ്രണവസ്വരൂപനായ ഈശ്വരൻ നാദസ്വരൂപത്തിൽ തനിയെ ശ്രോത്രേന്ദ്രിയത്തിന് വിഷയമാകും. അതോടുകൂടി മനസ്സും പ്രാണനോടും ഇന്ദ്രിയവൃത്തികളോടും കൂടി നിർമ്മലമായ ആ നാദാമൃതം ആസ്വദിക്കുവാനെത്തും. പക്ഷേ സാധകൻ അതിനനുവദിക്കാതെ നാദത്തെ ഒരാധാരത്തിൽ മനസ്സോടുകൂടി നിരോധിച്ച് ആ നാദം തന്നെ പരിപൂർണനായ ഈശ്വരനാണെന്ന് സങ്കല്പിച്ച് നിരന്തരം ധ്യാനിക്കുമ്പോൾ ധ്യാനിക്കുന്നവനെന്നും ധ്യാനിക്കപ്പെടുന്ന വിഷയമെന്നുള്ള ഭേദചിന്ത നീങ്ങി ചിത്തം അതിസൂക്ഷ്മമായ പശ്യന്തി രൂപത്തിൽ പ്രണവസ്നാദകരമായി പരിലസിക്കും. ആ സബീജ സമാധിയും തരണം ചെയ്ത് നിർവിചാരവും നിർവികൽപ്പവുമായ പരാനാദരൂപമായ സമാധിയിലെത്തുമ്പോൾ ജീവൻ സ്ഥൂല സൂക്ഷ്മകാരണ ശരീരാഭിമാനങ്ങളെ വിസ്മരിച്ച് തൻ്റെ തനിസ്വരൂപത്തിൽ സച്ചിദാനന്ദമയനായ ഈശ്വരനുമായി പ്രകാശിക്കും. ഇതാണ് യഥാർത്ഥമായ തുരീയ അവസ്ഥ. വൈദിക സമ്പ്രദായത്തിൽ പ്രണവത്തെ വിചാരക്രമത്തിൽ ഉപാസിക്കുന്ന സാധകൻ എത്തിച്ചേരുന്ന തുര്യസ്വരൂപമായ ബ്രഹ്മഭാവവും യൗകിക സമ്പ്രദായത്തിൽ പ്രണവത്തെ നാദരൂപമായി ഉപാസിച്ച് നിർബീജ സമാധി വഴി പ്രാപിക്കുന്ന ഈശ്വരഭാവനയും സൂക്ഷ്മദൃഷ്ടിയിൽ ഒന്നു തന്നെയാണ് എന്ന് വെളിപ്പെടും.